എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും നല്ല ബന്ധത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അതിലേറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് വെച്ചാൽ ആരായിരിക്കും? കെ കരുണാകരൻ, ഇ കെ നയനാർ, വി എസ് അച്യുതാനന്ദൻ എന്നെക്കുറിച്ച് മംഗളത്തിൻ്റെ ചടങ്ങിൽ പ്രസംഗിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് രമേശ്, അടുത്ത തലമുറയല്ല, വേണുവായിരുന്നാലും സതീശൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവന് കോടിയേരി ഗോവിന്ദൻ മാഷ്, അവർ ജി സുധാകരൻ, എല്ലാവരുമായിട്ട് പിണറായി വിജയൻ്റെ ഫസ്റ്റ് മീറ്റ് ദ പ്രസ് ഞാനല്ലേ നടത്തുന്നത്. സ്ഥാപനത്തിൻ്റെ ഇനാഗുറേഷൻ അദ്ദേഹത്തോട് ഞാൻ ഫോണിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രസംഗം അയച്ചു തരികയായിരുന്നു. ആ ബന്ധം, വ്യക്തിപരമായ ബന്ധത്തിന് ഒരു കോട്ടവും തുടക്ക സമയത്ത് അദ്ദേഹത്തിനും ചില തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് മാറുകയും ഞങ്ങൾ തമ്മിൽ പിന്നെ പലപ്പോഴും കാണുകയും, അതൊന്നും അദ്ദേഹം മനസ്സിൽ വെച്ചിട്ടില്ല, ഞാനും മനസ്സിൽ വെച്ചിട്ടില്ല. ഈ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാം വിരൽത്തുമ്പിലാണ് അല്ലേ? ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനൽ മതി ആളുകൾക്ക് വാർത്ത കാണാൻ. യൂട്യൂബ് ചാനൽ, ഞാനൊക്കെ യൂട്യൂബിലേക്ക് മാറിയത് അതുകൊണ്ട് തന്നെയാണ്. ആളുകൾക്ക് കാണാൻ എത്രയും പെട്ടെന്ന് ഇതാണ് ഇത്. പക്ഷേ ഒരു സാറ്റലൈറ്റ് ചാനൽ വിജയിച്ചെടുക്കണമെങ്കിൽ ഒത്തിരി കടമ്പകൾ ഉള്ളപ്പോഴാണ് ഇത്തരം ഒരു റിസ്ക്. പക്ഷേ ഒരു കാര്യമുണ്ട്, സാറ്റലൈറ്റ് ചാനൽ വിജയിപ്പിച്ചെടുത്താൽ അത് വിജയമാണ്. കാരണം യൂട്യൂബ് ചാനലിൻ്റെ ക്രെഡിബിലിറ്റികൾ ഇല്ല. യൂട്യൂബ് ചാനൽ ആർക്കും തുടങ്ങാം, ക്രെഡിബിലിറ്റി ഇല്ല. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ എണ്ണപ്പെരുപ്പം. അപ്പോൾ മുൻപിൽ വരാനുള്ള ശ്രമത്തിൽ എന്തും പറയാനുള്ള ഒരു വ്യഗ്രത, ഏതൊക്കെ ഭയങ്കരമായിട്ട് അച്ചടിച്ച്. മാത്രമല്ല, യൂട്യൂബ് ചാനലിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിലെ പ്രത്യേകത, ഒന്നുകിൽ BJP ആയിരിക്കണം, അല്ലെങ്കിൽ CPM ആയിരിക്കണം, അല്ലെങ്കിൽ ആൻറ്റി CPM ആയിരിക്കണം, വിത്ത് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം കൾച്ചർ. അങ്ങനെയൊക്കെ ആണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നൊരു ധാരണ വരുന്നുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് അത് എൻ്റർടൈൻമെൻറ്റാണ് നടക്കും. ഈ ന്യൂസ് ചാനലുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു ധാരണയുണ്ട്. ആ ധാരണയ്ക്ക് എതിരായ ഒരു രീതി ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല. അതൊരു അപജയമാണ്, സ്വതവേ ദൗർബല്യമാണ്. മറ്റൊരു കാര്യം കൂടെ ചോദിച്ച് അവസാനിക്കാം. താങ്കളുടെ കൂടെയൊക്കെ ജോലി ചെയ്യുന്ന പ്രദീപ് അല്ലേ, മംഗളത്തിലൊക്കെ ഉണ്ടായിരുന്നു. പ്രദീപിൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പിന്നീട് താങ്കളുടെ പേരിലേക്കൊക്കെ വലിച്ചു ചേർക്കുന്ന ഒരു വിഷയങ്ങളുണ്ടായി അല്ലേ? പ്രദീപിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് വലിയ ചർച്ച ചെയ്യപ്പെട്ടു. പ്രദീപ് താങ്കൾക്ക് മെസ്സേജ് അയക്കും, മറിച്ച് മെസ്സേജ് അയച്ചു, അങ്ങനെയൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ എന്താണ് വാസ്തവമുള്ളത്? പ്രദീപുമായിട്ട് എന്താണ് വിഷയം? പ്രദീപ്, ഫിറോസ് രണ്ടുപേര് ന്യൂസ് 18 നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് രാജിവെച്ച ശേഷം ഓഫീസിൽ വന്ന് പറയാം, ഞങ്ങൾ നാളെ ജോയിൻ ചെയ്യാം. അവിടെ അപ്പോൾ കസേര കൊടുത്ത ആളാണ് ഞാൻ. അതായത് എൻ്റെ പെർമിഷൻ ഇല്ലാതെ അവിടുന്ന് രാജിവെച്ചിട്ട് ഇവിടെ വന്ന്, അഴിത്തേട്ടാ ഞങ്ങൾ നാളെ രാവിലെ ജോയിൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഓഫീസിൽ കസേര കൊടുത്ത ആളാണ് ഞാൻ. ആ പ്രദീപ് എനിക്ക് അനുകൂലമായിട്ടും എതിരായിട്ടും വാർത്ത കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. 2 പ്രാവശ്യം മംഗളത്തിൽ നിന്ന് പോയതിന് ശേഷം 2 പ്രാവശ്യമേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഒരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുത്തു, അദ്ദേഹം സ്വീകരിച്ചില്ല, അതിൻ്റെ പേരിൽ രാജിവെച്ചു. അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഇത് പിണറായി വിജയനിലേക്കാണ് പോയത്. പിണറായി വിരുദ്ധമായ ഒത്തിരി റിപ്പോർട്ടുകൾ ഈ അന്നെനിക്കൊന്ന് കർമ്മ ന്യൂസിലോ പ്രദീപ് കൊടുക്കുമായിരുന്നു. പിന്നെ ശ്രീകണ്ഠൻ നായരിലേക്ക് വന്നു. ശ്രീകണ്ഠൻ നായരും കൂടെ വന്നു. പിന്നെ അതിനകത്ത് ഞാനും കൂടെ പങ്കാളിയാണ്. സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ചില വ്യക്തികൾ ആ വീട്ടുകാരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഇതല്ലാതെ ഒന്നുമില്ല. കാരണം ഞാൻ പ്രദീപിനെ മെസ്സേജ് അയച്ചിട്ടില്ല, പ്രദീപിനെ വിളിച്ചിട്ടില്ല. ആകെ വിളിച്ചിട്ടുള്ളത് 1-2 പ്രാവശ്യം പ്രദീപ് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴും മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ അല്ലാതെ വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ ഓഫീസിലും വീട്ടിലും വന്ന് അദ്ദേഹം 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിനെതിരെ ചില കേസുകളുണ്ടായി ഈ വാർത്ത വന്നതിൻ്റെ പേരിൽ. ആ കേസ് കമ്പനി ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു. അതിനുവേണ്ടിയാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞ് പ്രചരിപ്പിച്ചതാണ്. പക്ഷേ അത് അന്വേഷണത്തിൽ സത്യസന്ധമല്ല, അത് അസത്യമാണെന്ന് തെളിയുകയും ഇവരാരും അദ്ദേഹം അപകടത്തിലൂടെ മരിച്ചതാണെന്ന് ക്രൈംബ്രാഞ്ചും പോലീസും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അത് വേറെ സുനിൽ പരമേശ്വരൻ സ്വാമി, അയാളാണ് കാന്തല്ലൂർ സ്വാമി, അയാളാണ് കൊന്നതെന്ന് ജന്മഭൂമി പത്രത്തിൽ വന്നു. ശ്രീകണ്ഠൻ നായർ ആണ് അതിൻ്റെ പിന്നിൽ നിന്ന് ചില ചാനലുകളിൽ വന്നു, മറുനാടൻ മലയാളി അങ്ങനെ ആലോചിച്ചു ഞാനാണെന്ന് വന്നു. അവസാനം പിണറായി വിജയൻ്റെ തലയ്ക്ക് കുറച്ച് അതല്ലെന്ന് ഈ ആക്സിഡൻറ്റിലാണ് മരിച്ചത്. താങ്കൾ ഒരു ടാർഗറ്റ് ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ടാർഗറ്റ് ചെയ്യപ്പെട്ടിരുന്നു.
നമ്മൾ ചില നിർഭയമായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെടും. എനിക്കതിലൊരു ഭയവും ഉള്ള ആളല്ല. ഭയമെന്നൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടില്ല. എന്തിനെ നേരിടാനുള്ള ധൈര്യം അന്നുകൊണ്ട് ഇന്നുമുണ്ട്. അതുകൊണ്ട് ആ ധൈര്യമാണ്, ആ ഭയമില്ലായ്മ, നിർഭയത്വമാണ് എൻ്റെ ഏറ്റവും വലിയ കൈമുതൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടാൽ അതിനെയൊക്കെ വെറും പുച്ഛത്തോടെ നേരിടാൻ തയ്യാറുള്ള ആളാണ് ഞാൻ. അപ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഈ പണിയല്ല വല്ല എൽഡികൾക്ക് പണിക്ക് പോയാൽ മതിയാണ്. പത്രപ്രവർത്തകരാകുമ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടാൽ അതിനെ നേരിടാനുള്ള ശേഷി വേണം, ശക്തി വേണം, ധൈര്യം വേണം. അല്ലെങ്കിൽ ഈ പണിക്ക് പോരുത്, വേറെ എന്തെങ്കിലും പണിക്ക് പോകും. ദീർഘകാലം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലെ ഒരു തലപ്പത്തിരുന്ന് നയിച്ച ഒരു വ്യക്തി ദീർഘകാലം പത്രപ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പേന എടുത്തെഴുതാൻ തോന്നാറില്ലേ? തീർച്ചയായിട്ടും കഥകൾ എഴുതുന്നില്ലേ? ഞാൻ കലാമതിയിൽ ഈയിടയ്ക്ക് ഒരു കഥ വന്നിരുന്നു. തീർച്ചയായിട്ടും പുസ്തകം എഴുതണമെന്നുണ്ട്. എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ലഹരി. അത് കൈകൊണ്ട് തന്നെ എഴുതണം. ഈ ടൈപ്പ് ചെയ്യുന്ന കൈകൊണ്ട് തന്നെ എഴുതണം. അതൊരു ലഹരിയാണ്. തീർച്ചയായിട്ടും ഉള്ളിൽ ഇതിന് എനിക്ക് ഒരു ഭയങ്കര പാഷനേറ്റാണ് ഞാൻ. മാധ്യമപ്രവർത്തകൻ, പ്രത്യേകിച്ച് പത്രപ്രവർത്തകനാകുന്ന ഞാൻ അടുത്ത കാലം വരെ എല്ലാ ഡിബേറ്റിലും മംഗളം ചാനലിലിരിക്കുമ്പോൾ തന്നെ എല്ലാ ഡിബേറ്റിലും പങ്കെടുക്കുമായിരുന്നു, മറ്റ് ചാനലുകളിൽ പോലും. പിന്നെ ഒരു കാലത്ത് അത് വേണ്ടെന്ന് വെച്ചു. ഡിബേറ്റ് ചെയ്യാനങ്ങ് മടുത്തു. നമുക്കൊരു മടുപ്പ് വരുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അതിൽ അങ്ങ് പങ്കെടുക്കാറില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.